നമസ്കാരം. ലൈഫ് മാനേജ്മെൻറ്റ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. സ്കൂളിൽ പഠിക്കുമ്പോൾ പാട്ട് പാടാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറിയ ക്ലാസ്സിൽ. പക്ഷേ പാടിയില്ല, ഒഴിഞ്ഞു മാറി. മറ്റുള്ളവരെന്ത് വിചാരിക്കും? കുറച്ചുകൂടി ഉയർന്ന ക്ലാസ്സിലേക്ക്, ഹൈസ്കൂളിലേക്കൊക്കെ വന്നപ്പോൾ പ്രസംഗിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴും ആ അവസരങ്ങളെയൊക്കെ ഒഴിവാക്കി. എന്നെ അങ്ങ് ഒഴിവാക്കിയിരിക്കും കേട്ടോ, ഞാനില്ല. മറ്റുള്ളവരൊക്കെ എന്ത് വിചാരിക്കും? കോളേജിലേക്കൊക്കെ വന്നപ്പോഴോ, +2 അത് ഡിഗ്രി ഇങ്ങനത്തെ അവസരങ്ങൾ വന്നപ്പോഴേ ഒരുപാട് നൈസർഗികമായ വാസനയുണ്ട് എഴുതാനൊക്കെ. കഥയും കവിതയും ഒക്കെ എഴുതി. പക്ഷെ അതെല്ലാം ആരും കാണാതെ വായിച്ചിട്ട് കീറിക്കളഞ്ഞു. മറ്റുള്ളവരെന്ത് വിചാരിക്കും? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ എത്ര അവസരങ്ങളാണ് നമ്മൾ കളഞ്ഞു കുളിച്ചിട്ടുള്ളത്. നമുക്ക് ലഭിച്ചിട്ടുള്ള നൈസർഗികമായ വാസനകൾ പരിപോഷിപ്പിക്കുന്നതിന്, നമ്മുടെ കഴിവുകളെ പുറത്ത് പ്രകടിപ്പിക്കുന്നതിന്, അങ്ങനെ നമ്മുടെ വ്യക്തിത്വത്തെ വികസിപ്പിക്കുന്നതിനുള്ള എത്രയോ അവസരങ്ങൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള ആ ഒരു ശങ്കയിൽ നമ്മൾ മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിലേക്ക് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത്തരത്തിലുള്ള നിരവധി അനുഭവങ്ങളുടെ കഥകൾ പറയാനുണ്ടാവും. അന്ന് നമ്മൾ മറ്റുള്ളവർ എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരൊക്കെ ഇന്ന് എവിടെ പോയി? അവരൊക്കെ എവിടെയോ പോയി. ജീവിതയാത്രയുടെ പല പല ഘട്ടങ്ങളിലായി പല പല സ്റ്റേഷനുകളിൽ അവരിറങ്ങിപ്പോയി. അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചു. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് രാത്രികൾ ഉറങ്ങാതെ കിടന്നിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. കാര്യം എന്താണ്? അവരാരും നമ്മളെ ജഡ്ജ് ചെയ്യാനായിട്ടിരിക്കുന്നവരല്ല. നമ്മളെല്ലാം ഒരു റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥികളും അവരെല്ലാം നമുക്ക് മാർക്കിടാണ്ടിരിക്കുന്ന ആൾക്കാരുമല്ല. അവർക്ക് വേറെ ജോലിയുണ്ട്. പക്ഷെ നമ്മൾ ധരിച്ചിരിക്കുന്ന അവരെല്ലാം നമ്മളെ തന്നെ നോക്കുന്നു, നമ്മളെ തന്നെ വിമർശിക്കുന്നു, നമ്മളെ തന്നെ കുറ്റം പറയുന്നു, നമ്മളെ തന്നെ പരിഹസിക്കുന്നു. എന്നാൽ പിന്നെ ആ ഒരു ഏരിയയിലേക്ക് പോവുകയോ വേണ്ട, അങ്ങോട്ട് നോക്കുകയോ വേണ്ട. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ധരിച്ചത്. നമ്മുടെ വ്യക്തിത്വ വികസനത്തിനുള്ള ഏറ്റവും വലിയ തടസ്സമാണ് ഈ ചിന്ത. വലിയൊരു ബ്ലോക്കാണ്. ഈ ബ്ലോക്ക് മാറ്റിയവർ മാത്രമേ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. ഒരുപാട് പ്രാവശ്യം വീണിട്ടാണ് നമ്മൾ നടക്കാൻ പഠിച്ചത്. സൈക്കിൾ ഓട്ടാൻ പഠിച്ചത് എങ്ങനെയാണ്? ഒരുപാട് പ്രാവശ്യം വീണിരുന്നു. പക്ഷെ അത് മറ്റുള്ളവർക്ക് എന്താ അതിനകത്ത് കാര്യം? നമ്മളല്ലേ അതിൻ്റെ ഗുണവും ദോഷവും അനുഭവിക്കേണ്ടത്. നോക്കൂ, വളരെ മത്സരാധിഷ്ഠിതമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഈസ് ദ ഓർഡർ ഓഫ് ദ ഡേ എന്നാണ് പറയുന്നത്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ നിയമം എന്ന് പറയുന്നത് ഏറ്റവും ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം ഈ അതിജീവിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ മത്സരത്തിൽ ഒരിക്കലും പുറകോട്ട് വന്നുകൂടാ. നമ്മൾ ആ മത്സരത്തിൽ മുമ്പോട്ട് പോകണം. മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തടസ്സങ്ങളെ നമ്മൾ അതിജീവിക്കണം. ആദ്യമായിട്ട് നമ്മൾ വേണ്ടത് എന്താണ്? നമ്മൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള ആ ചിന്ത മനസ്സിൽ നിന്നേ മാറ്റിവെക്കുക. ആരും അന്യരല്ല. എല്ലാവരും നമ്മുടെ സഹോദരന്മാരാണ്. എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. നമ്മൾ അവർക്ക് സ്വന്തമാണ്, അവരെല്ലാം നമുക്ക് സ്വന്തമാണ്. അവരെല്ലാം മറ്റേതെങ്കിലും ആൾക്കാരാണെന്നുള്ളത്, നമ്മളെക്കാൾ സെപ്പറേറ്റ് ആണ്, മറ്റേതെങ്കിലുമാണ് എന്നുള്ള ആ ചിന്തയാണ് നമ്മുടെ മനസ്സിൽ നിന്ന് മാറുന്നത്. എല്ലാവരും നമ്മുടെ അച്ഛൻ, അമ്മ, നമ്മുടെ മക്കൾ, പിന്നെ നമ്മുടെ സഹോദരങ്ങളുടെയൊക്കെ മുമ്പിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലല്ലോ. അതേപോലെ നമുക്ക് എല്ലാവരെയും കാണാനായിട്ടുള്ളൊരു വിശാലമായ മനസ്സും ഒരു കാഴ്ചപ്പാടും ഉണ്ടായാൽ നമുക്ക് ഇങ്ങനത്തെ തടസ്സങ്ങളെ നമുക്ക് അതിജീവിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തി. പ്രത്യേകിച്ച് ഇന്നത്തെ കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാരൊക്കെ ഇതറിയണം. നമ്മുടെ മുമ്പിൽ വരുന്ന ഒരവസരവും തട്ടിക്കളയരുത്. നമുക്ക് ഒരുപാട് കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. അതെല്ലാം പ്രകടിപ്പിക്കാനായിട്ടുള്ളതാണ്. അതെല്ലാം നമ്മുടെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് നമ്മളോടൊപ്പം എന്നെങ്കിലും അവസാനിക്കാനായിട്ടുള്ളതല്ല. ഇതെല്ലാം കഴിവുകൾ കൂടുതൽ പ്രകടിപ്പിക്കുമ്പോഴാണ് നമ്മളെ കൂടുതലായിട്ട് ആൾക്കാർ തിരിച്ചറിയുന്നതും നമ്മൾ വിജയത്തിന്റെ പാതയിലേക്ക് മുന്നോട്ട് പോകുന്നതും. ഇപ്പോൾ ഈ വീഡിയോ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം എന്നൊക്കെ, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. എന്താണ്? മറ്റുള്ളവരൊക്കെ എന്ത് വിചാരിക്കും? നിങ്ങളൊക്കെ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും? നന്ദി, നമസ്കാരം.